അപ്പോസ്തലപ്രവൃത്തി 8-13 തുടങ്ങിയിട്ട് വാക്യങ്ങളൊന്ന് വായിക്കാവോ? അപ്പോസ്തലപ്രവൃത്തി 8 12 വായിച്ചോ. 12 മുതല്. ഓക്കെ. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീരപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിലാരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടപ്പോൾ അവർക്ക് പണം കൊണ്ടുവന്ന് ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ ചിന്തിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലാത്തത് കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്ക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള വകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് ഉത്തരം പറഞ്ഞു. അതെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഞാൻ അവസാന വാക്യത്തിലേക്ക് തിരിച്ചു വരാം. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറയുന്നത് ആമേൻ, ഹല്ലേലൂയ, ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ, 19 വാക്യം, ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ച അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താ പറയാ, നമ്മൾ കാണുന്ന ഷീമോൻ എന്ന് പറയുന്ന എന്താ പറയാ, അവിടെ എല്ലാവരെയും പ്രേമിപ്പിച്ച് നടന്ന ഒരു ഒരു മന്ത്രവാദിയായിരുന്നു അയാള്. അവിടെ പത്രോസ് വന്നിട്ട് അവിടെയുള്ള ജനത്തിന്റെ മേൽ കൈവച്ച പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കുന്ന കണ്ടപ്പോഴാണ് അപ്പൊ എനിക്കും ഞാൻ ആരുടെയെങ്കിലും തലയിൽ കൈവച്ചാൽ ഇതിൽ അവർക്ക് ലഭിക്കാൻ ഇതെനിക്ക് തരണം എന്ന് പറഞ്ഞ് ദ്രവ്യം പണം കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്ന കാണാം. അപ്പൊ പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ള നീ നിരൂപിക്കേണ്ടത് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അപ്പൊ ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങാൻ എന്ന് പറയുന്ന സമയത്ത് അത് നീ ആഗ്രഹിച്ച് നിന്റെ പണം നിന്നോട് നശിച്ചു പൊക്കോട്ടെ. എന്നിട്ട് ഈ പണത്തിന് വാങ്ങാൻ നടക്കുന്ന ഒരു മനോഭാവം കൂടെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്ന നിന്റെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. അപ്പൊ ദൈവസന്നിധിയിൽ ഒരാളുടെ ഹൃദയം നേരുള്ളതല്ലാതെ അല്ലെങ്കിൽ അത് കപടം നിറഞ്ഞതായതുകൊണ്ട് പണം കൊടുത്തത് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നതിന്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീ വഷളത്വം വിട്ട് മാനസാന്തര കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ പരിശുദ്ധാത്മാവിനെ പകരാനായിട്ടുള്ള ഇതും പരിശുദ്ധാത്മ ലഭിക്കണമെങ്കിലും വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ലഭിക്കൂ. അടുത്തത്, നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു. അപ്പം ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടണം. ഹൃദയത്തിൽ കപടമുള്ള ആൾക്കാരും അവരൊക്കെയാണ് ഇതെന്തോ എവിടെയെങ്കിലും പോയിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചേക്കാന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു വളരെ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണ്. പല അഭിഷിക്തന്മാരുടെ പിന്നാലെ അവരുള്ളിടത്തേക്കെല്ലാം പൈസയും ചെലവാക്കി പോകുന്നു. അവിടെ ചെന്നിട്ട് ഇവരെ കൈവെപ്പിനാൽ ഇത് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇത് കൈവച്ചാൽ ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ട് എന്താ പറയാ, അവർ കാശ് വാങ്ങിക്കുന്നത് സീഡ് ഓഫറിംഗ് എന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ, അല്ലെ? ഇമ്പാർട്ടേഷൻ പ്രേയറിന് സീഡ് ഓഫർ അല്ലെങ്കിൽ അവിടെ പൈസ വാങ്ങിയിട്ട് ഇമ്പാർട്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് അവിടെ അത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പണം കൊടുത്തത് വാങ്ങാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിന്റെ ദാനമാണെന്ന് പത്രോസിനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവര് പൈസ വാങ്ങിച്ചിട്ട് ഇമ്പാർട്ട് പകരുന്നത് ദൈവത്തിന്റെ ദാനം എങ്ങനെയാ പൈസക്ക് കൊടുക്കാൻ പറ്റുന്നത്? അത് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നവരെന്താ, എനിക്ക് കഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ദൈവത്തിന് ഇരിക്കാൻ എന്റെ കപടം വിട്ട് മാറാനോ മാനസാന്തരം വരാനൊന്നും ഉദ്ദേശമില്ല. ഇതെങ്ങനെയും ചുളുവിലിങ്ങ് കിട്ടണം. രണ്ടു കൂട്ടരെ മനോഭാവം മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, ഞാനിങ്ങനെ പണ്ട് ഞങ്ങളുടെ ചർച്ചിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ പാസ്റ്ററിലേക്ക് ഇപ്പൊ എന്തെങ്കിലും നല്ല വചനമോ നല്ലത് പരിശുദ്ധാത്മ ഇത് വരുമ്പോൾ ഞങ്ങൾ മെയിനായിട്ട് കുറെ ആൾക്കാരുടെ മേലേക്ക് തല വന്ന് പെട്ടെന്ന് കൈവെക്കും. അപ്പൊ എന്ന് വെച്ചാൽ
അദ്ദേഹത്തിന്റെ ഇച്ഛ അനുസരിച്ച് ഇത് ഞങ്ങളുടെയൊക്കെ മേലോട്ട് പകർന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇതെന്തുവാടി നിങ്ങൾക്ക് വേണ്ടി മാത്രം തലയെ കൊണ്ട് കൈ വെക്കും, ഞങ്ങളുടെ ഒന്നും തലയെ കൈ വെക്കാത്ത എന്താണെന്ന് ചോദിക്കും. അപ്പം ഞാൻ അവളോട് ഞാൻ പറയും, ആര് കൊണ്ട് തലയെ കൈ വെച്ചാലും തലയെ കൈ വെച്ചില്ലെങ്കിലും ഇത് പകരുന്ന മോളിൽ നിന്നാ. ഹല്ലേലൂയ. ഞാനിപ്പോ ഒരാൾ തലയെ കൈ വെച്ചു, എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ തലയെ കൈ വെച്ചത് പകർന്ന നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോ ഞാൻ ഒരാളുടെ തലയിൽ കൈ വെച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് പകർന്നോളും. സത്യം മനസ്സിലാക്കണം മനുഷ്യര്. ഹാലയില് ഇന്ന് പലർക്കും ഇതിനെക്കുറിച്ചുള്ള സത്യമില്ല, അറിയത്തില്ല. ഹാലയ അതുകൊണ്ട് പലരും ഇന്ന് കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞത് എനിക്കറിയത്തില്ല, ഞാനിത് ആരോടെ പറഞ്ഞു. ഞാൻ പണ്ട് ആദ്യമായിട്ട് ഇവിടെ ആണുങ്ങളുടെ കൂട്ടത്തിൽ വചന ശുശ്രൂഷ, ഞാൻ അന്ന് അധികം പാസ്റ്റർമാരൊന്നും കേട്ടില്ല. ഞാൻ ആദ്യമായിട്ട് വചന ശുശ്രൂഷ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദൈവദാസന് നിജു തോമസ്, അവിടെ ടിജോ പാസ്റ്റർ കൂടുതൽ നിജു പാസ്റ്ററുടെ ഭയങ്കര ഇഷ്ടം എനിക്ക് വചന ശുശ്രൂഷ. കാരണം വെച്ചാൽ നല്ല വചന ശുശ്രൂഷ. അപ്പം നിജു പാസ്റ്റർ എനിക്കിൻ്റെ വചന ശുശ്രൂഷ ഞാൻ ഓൺലൈനിൽ കണ്ടേ ശീലമുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷ. ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ, നല്ല ഇഷ്ടമായിരുന്നു എന്നല്ല. അന്നേരം ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് അജ്മാലിലൊരു ചർച്ചിൽ പാസു മിനിസ്റ്റർ ചെയ്യാൻ വന്നു. അപ്പം ഞങ്ങൾ താമസിച്ചെടുത്ത്. അപ്പം എന്നെ വിളിച്ചു ഇങ്ങനെ പെട്ടെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് ഞാനപ്പം അവിടുത്തെ വേറെ പാസ്റ്റർ പുള്ളിയോട് പറഞ്ഞു, ഞാൻ നിജു പാസ്റ്റർ എൻ്റെ തലയൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറയും, എനിക്ക് ഭയങ്കര വചന ശുശ്രൂഷ ഭയങ്കര ഇഷ്ടം, എനിക്ക് ഇതുപോലെ വചനം ശുശ്രൂഷിക്കണമെന്ന് പറയും. അപ്പം ഞാൻ പാസ്റ്ററുടെ മറ്റേ പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ അടുത്ത് ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ തലയോട്ട് കൈ വെച്ചിട്ട്, ദൈവമേ, അപ്പം ഇത് ഈ ഒരു നിയോഗം ഈ സഹോദരൻ മേലുണ്ടെങ്കിൽ ഇത് പകരപ്പെട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ശരിക്കും അടിച്ചു തെറിച്ച് താഴെ വീണ് അത് പകർച്ചയൊക്കെ നടന്നപ്പോ. പക്ഷെ അവിടെ പറഞ്ഞൊരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാ. അപ്പൊ ഈ ഒരു നിയോഗം അല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അല്ല ദൈവത്തിന്റെ വിളി എന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പകരത്തുള്ളൂ. ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇത് പകരത്തില്ല, അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ട് ഇത് പകരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സാറാമസ്റ്റൊക്കെ അനങ്ങാതിരിക്കാൻ പറ്റുക കേൾക്കാം. അപ്പൊ ഇത് നമ്മൾ നമ്മൾ എല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. അതിനുവേണ്ടി ഓടി നടക്കുന്നവരുമുണ്ട്, ഇത് പ്രചരിപ്പിക്കുന്നവരുമുണ്ട്, ഇത് പഠിപ്പിക്കുന്നവരുമുണ്ട്, ഇതിനെക്കുറിച്ച് മുതലെടുക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ, ഒരു ആത്മാവിന്റെ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത് ഇതൊന്നും മനുഷ്യരിൽ നിന്നല്ല നമുക്ക് വരുന്നത്, ഇതെല്ലാം ദൈവത്തിൽ നിന്ന്. അപ്പൊ മനുഷ്യരിൽ നിന്ന് ലഭിക്കും. എങ്ങനെയാ? നമ്മുടെ കൈവെപ്പിനാൽ ലഭിക്കും അവർക്കുള്ള. തിമോഥെയോസിന്റെ ലേഖനത്തിൽ കൃത്യമായി പറയും, എന്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ചത്. അവിടെ എന്തുകൊണ്ട് തിമോഥെയോസിന്റെ മേൽ അത് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസിന്റെ മേൽ അത് ഉണ്ടായിരുന്നത് കൊണ്ട് ലഭിച്ചു ഒന്ന്. രണ്ടാമത്തെ കാര്യം, തിമോഥെയോസിന് അങ്ങനെ ഒരു കോളിംഗ് ഉണ്ടായിരുന്നതാണ് ലഭിച്ചത്. ഇപ്പൊ കോളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആരെന്റെ തലയിൽ കൈവച്ചാലും അതെനിക്ക് ഈ തരുന്നത് ദൈവം തരുന്ന, ആ കൈ വെക്കുന്ന മനുഷ്യനല്ല ഇത് തരുന്നത്. കാരണം ഇത് നമ്മുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടുംബസ്വത്തല്ല, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളവരുടെ മേൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ പർപ്പസിനനുസരിച്ച് ഇത് പകരപ്പെടാനുള്ളതാണ്. ആരും അതുകൊണ്ട് ഇതിന് പേര് കബളിപ്പിക്കപ്പെടരുത്. ഇത് ഞാൻ കാശ് കൊടുത്ത് എനിക്ക് കുറച്ച് കൊഴുപ്പാണ്. അതുകൊണ്ട് ഇവിടെ പത്രോസ് പറയുന്ന ഈ കാര്യം, അപ്പൊ ദൈവത്തിന്റെ ദാനത്തെ ദ്രവ്യം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാമെന്ന് വിചാരിച്ചോ? ഹല്ലേലൂയ. അപ്പൊ അത് ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ നമുക്ക് ഷീമോന്റെ കാര്യം എടുത്താൽ തന്നെ, ഷീമോനോട് ആരും നിർബന്ധിച്ചിട്ടില്ല ഷീമോനോട് സ്നാനം ഏൽക്കുന്നത്. അവിടെ 13-ാം വാക്യം പറയുന്നു, ഷീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസ് ചേർന്ന് വലിയ വീര്യപ്രവൃത്തി അടയാളം നടക്കുന്നതായിട്ട് ഭ്രമിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഷീമോൻ അവിടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടാണ് സ്നാനം ഏൽക്കുന്നത്. ഷീമോൻ യേശുക്രിസ്തുവിനെ നോക്കിയിട്ടല്ല സ്നാനം ഏറ്റത്. ശമരിയ പട്ടണത്തിൽ ഭയങ്കര ഉണർവ് നടക്കുകയാണ്. ഫിലിപ്പോസ് അവിടെ ചെന്നിട്ട് ആ ഉണർവ് നടക്കുന്ന സമയത്ത് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തി, ഇത്രയും നാളായിട്ട് പുള്ളി ഒത്തിരി പഠിച്ചും ഹല്ലേലൂയ പ്രേമിപ്പിച്ചും എന്താ പറയാ ഇതൊക്കെ മന്ത്രവാദമൊക്കെ ചെയ്തൊക്കെ നിന്നിട്ട് ഫിലിപ്പോസ് അടച്ച് നിസ്സാരമായിട്ട് ഫിലിപ്പോസ് എന്ന് ദൈവത്തിന്റെ വചനം അങ്ങോട്ട് ശുശ്രൂഷപ്പെടാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തി നടക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഷീമോൻ പ്രേമിച്ചു. ഷീമോൻ നോക്കുക, ഇത് കൊള്ളാമല്ലോ സംഭവം, നടക്കുന്ന അത്ഭുതം, ഇത് ഭയങ്കര സംഭവമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് കയറി സ്നാനം ഏൽക്കുക. അല്ലാതെ യഥാർത്ഥമായിട്ട് യേശു കർത്താവിനെ കണ്ടോ അല്ലെ യേശു കർത്താവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടോ മാനസാന്തരപ്പെട്ടിട്ടോ ദൈവവചനം വിശ്വസിച്ചിട്ടോ ഒന്നുമല്ല ഷീമോനോട് സ്നാനം ഏറ്റത്. ഇന്ന് ഇതുപോലെ സ്നാനം ഏൽക്കുന്ന അനേകരുണ്ട്. അവരുടെ നോട്ടം എന്തിലാന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വീര്യപ്രവൃത്തികളിലുമാണ് അവർ കണ്ടിട്ട്. ഇത് ഞാൻ പറയാം, പലരും ഇന്ന് പല ആൾക്കാരും ഞാനൊക്കെ സ്നാനപ്പെടുന്ന സമയത്ത് പലരും വിശ്വാസത്തിലേക്ക് വന്നു. വിശ്വാസത്തിലേക്ക് വന്ന കാരണം വെച്ചാൽ അവരെയൊക്കെ കണ്ടപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ എവിടെയൊക്കെ ഒരു വിടുതൽ ലഭിച്ചു. അപ്പൊ ഇവർ നോക്കിയപ്പോഴത്തേനും ഇവർ കാണുന്ന അന്നൊക്കെ ഞാൻ പറയാം 2016 കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഈ UAE-ലൊക്കെ ആണെങ്കിൽ, അപ്പൊ നിങ്ങൾ ഖത്തറിലൊക്കെ ഉണ്ടായിരുന്നവർക്കറിയാം,
യുഎലൊക്കെ ആണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഇന്റർനാഷണൽ ഭയങ്കരമായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെല്ലാം വന്നിറങ്ങുന്ന സമയമാണ്. ഭയങ്കര 2016, 17 ആണെങ്കിൽ അങ്ങ് അവരുടെ ഒരു ഇത്. അപ്പൊ അവരെയൊക്കെ കാണുമ്പോഴത്തേന് നമ്മളൊരു സെലിബ്രിറ്റി പാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോഴത്തേനും ഒരു ടീമൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ വരുമ്പോഴത്തെ അവർക്ക് അവരുടെ ബ്ലാക്ക് ഹാറ്റ്സ് പിന്നെ കൂടെ വർഷിപ്പ് ചെയ്യുന്ന ടീം അവരുടെ മാനേജിങ്ങിനൊക്കെ അവർ വരുമ്പോൾ അവരെ കാണുമ്പോഴത്തെ അവർ വരുന്നത് തന്നെ ഒരു വലിയൊരു കൂട്ടമായിട്ട് വരുന്നു. നോക്കുമ്പോൾ അവരുടെ ശുശ്രൂഷ അവരുടെ അടുത്ത് നടത്തേക്ക് പറക്കുന്നു ഇതൊക്കെ. അപ്പൊ ഈ വന്നിട്ടുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ നാളെ അങ്ങ് ഇങ്ങനെ ആകുമെന്നാണ് വിചാരിച്ചേക്കുന്നത്. കാരണം പ്രവചനം കേൾക്കുന്ന നിങ്ങൾ ലോകത്തിലേക്ക് അനേക രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവാചകനായി കണ്ടിരിക്കുന്നു, കോണ്ടിനെന്റുകൾക്ക് വേണ്ടി കണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ ഒരാൾക്കാരെ ആലോചനയൊക്കെ പറയുമ്പോൾ ഈ വന്ന എല്ലാവരും ഞാൻ ഉൾപ്പെടെ ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞ എല്ലാവരുടെയും വിചാരം ഇത് ഇന്ന് കേട്ട് നാളെ അങ്ങ് സംഭവിക്കുന്നായിരുന്നു. അല്ലെ? ഒരു പ്രവചനം കേട്ടാൽ നമ്മളെല്ലാവരും കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയല്ല. ആരെങ്കിലും പ്രവചിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരം ഇന്നത് കേട്ട് നാളെ ഇതങ്ങ് സംഭവിക്കും, നാളെ നമ്മൾ ഇതുപോലെ അങ്ങ് പറന്ന് നടക്കും നമ്മുടെയൊക്കെ വിചാരം. ഇങ്ങനെ വിചാരിച്ചിട്ട് ഇതെല്ലാം കണ്ട് ഭ്രമിച്ച് ഇതുപോലൊക്കെ ആകുമെന്ന് വിചാരിച്ച് അനേകർ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേല് ഇതൊന്നും അത്ര ഈസി അല്ലെന്നും ഇതൊന്നും അത്ര പെട്ടെന്ന് സംഭവിക്കത്തില്ലെന്നും മനസ്സിലായപ്പം പയ്യെ പയ്യെ എല്ലാവരും മാറിപ്പോകാൻ തുടങ്ങി. കാരണം അവരാരും യേശുവിനെ കണ്ടിട്ടല്ല വന്നത്, യേശുവിനെ സ്നേഹിച്ചിട്ടും അല്ല വന്നത്, ദൈവത്തിന്റെ വചനം അവർ ഇടപെട്ടിട്ടും അല്ല അവർ വന്നത്. അവർ വന്നത് ഇതൊക്കെ കണ്ട് ഭ്രമിച്ച്. ഹല്ലേലൂയ, അങ്ങനെ വന്നത്. ഇവിടെ ശിമോൻ വന്നേക്കുന്നത് അങ്ങനെ തന്നെ വന്നേക്കുന്നത്. ശിമോന് മാനസാന്തരം ഉണ്ടായിട്ടില്ല. മാനസാന്തരം ഉണ്ടായ വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഒന്നും സംസാരിക്കത്തില്ല. അവൻ ശരിയായ രീതിയിൽ ദൈവത്തിന്റെ വചനം ഹൃദയത്തിലേക്ക് കയറിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ വചനം ഇടപെട്ടിട്ടാണ് വന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കത്തില്ല, ഇങ്ങനെ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പലരും ഹല്ലേലൂയ ആമേൻ വരുന്നത് എങ്ങനെയാണ് കർത്താവിങ്കിലേക്ക് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വരുന്നതാണ് എങ്ങനെ വരുന്നു എന്നനുസരിച്ചാണ് അവർ നിലനിൽക്കുന്നത്. ചില ആൾക്കാർ ഞാൻ എപ്പോഴും പറഞ്ഞ കടവാരം മാറാൻ വരുന്നവർ കടവാരം മാറിയാൽ പൊയ്ക്കോളും, രോഗം മാറാൻ വരുന്ന രോഗം മാറി അതും കൊണ്ട് പൊക്കോളും. അല്ലെ? പക്ഷെ യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ വചനം അവരോട് സംസാരിച്ചിട്ട് അവർ രക്ഷയുടെ സന്തോഷം അറിയുന്നവര് എന്തൊക്കെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു പോയാലും അവർ ദൈവസന്നിധി നിലനിൽക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ലഭിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇരിക്കുന്നത് അല്ല. നമ്മൾ പ്രാർത്ഥിച്ചത് ചിലപ്പോൾ 90% കാര്യങ്ങളും നടന്നിട്ടുണ്ടാവില്ല ഇതുവരെ. പക്ഷെ എങ്കിലും നമ്മൾ ദൈവസന്നിധി തന്നെ നിൽക്കുന്നതിന്റെ കാര്യം നമ്മൾ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിച്ചിട്ടാണ്, നമ്മൾ വചനത്താൽ വീണ്ടും ജനിച്ചിട്ടാണ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരു കാര്യം നമ്മൾ വചനം എന്ന് പറയുന്നത് യേശു തന്നെയാണ്. ആ യേശു തന്നെയാണ്. അപ്പൊ വചനം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് യേശുവിനെ ഇഷ്ടമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു, വചനം ഇഷ്ടമില്ലാത്ത ആൾക്ക് യേശുവിനെ. പക്ഷെ ഈ വചനം നമ്മളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വചനം നമ്മളോട് സംസാരിച്ചിട്ട് ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. ആ വചനം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. ഇവിടെ കൂലി ചോദിച്ച് നടക്കും. നമ്മൾ ആ ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മനസ്സിലായി ഏലി പുരോഹിതന്റെ ജീവിതത്തിൽ വന്ന വീഴ്ച എന്തായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളുടെ ഭാഗത്ത് മക്കൾ എന്താ ചെയ്തേ? കൂലി മേടിച്ചിട്ട് ന്യായത്തെ മറിച്ചു കളഞ്ഞിരുന്നവര് അല്ലെ? അതുപോലെ ദൈവത്തിന് കൊടുക്കുന്ന യാഗങ്ങളിൽ ദൈവത്തിന് അർപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തു. അപ്പം ഏലി പുരോഹിതൻ എന്തുകൊണ്ട് ഇത് തടഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുറ്റം. മക്കളെ നിലയ്ക്ക് നിർത്തിയില്ല എന്നുള്ളതാണ്. കാരണം ദൈവത്തെക്കാട്ട് ഇമ്പോർട്ടൻസ് അവരുടെ മക്കൾ. അപ്പൊ ഈ ദൈവത്തിന്റെ ഓരോ കാര്യങ്ങളിലും അത് ദൈവത്തിന്റെ എന്താ പറയാ ന്യായം, ജനത്തിന് കൊടുക്കേണ്ട ന്യായത്തെ അത് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വളച്ചൊടുക്കി സ്വന്തം ഇഷ്ടത്തെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരുന്ന ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. ആ മക്കള് അവിടെ വെച്ചിട്ട് അവർ ഒരുമിച്ച് ഒരേ ദിവസം മരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നമ്മൾ പഴയ പ്രവാചക പുസ്തകങ്ങളൊക്കെ പലയിടത്തും വായിക്കുമ്പോൾ ഇടയന്മാരെ കൂടും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ദൈവം പെരുമാറുന്ന കണ്ടിട്ടുണ്ട്. അവരെന്താ ജനത്തിനെ ആട്ടിനെ മേയ്ക്കാൻ ഏൽപ്പിച്ചിട്ട് ആ ജനത്തിനെ മര്യാദയ്ക്ക് നടത്താതിരിക്കുന്നത്, കൂലി വാങ്ങിച്ചിട്ട് ന്യായത്തെ മറിച്ച് കളയുന്നത്, അവരെ കൂലി കൊതിച്ചിട്ട് അതനുസരിച്ച് അവരോട് നമ്മളെ പറയുന്ന കണക്ക് വേറൊരുത്തരും. അപ്പൊ ഓരോരുത്തരെയും അങ്ങനെ കാണുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഉണർന്ന് ഞാനിത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല. ഇന്നലെ രാവിലെ എനിക്ക് വ്യക്തമായ ദൈവം ദർശനത്തിലൂടെ ഞാൻ അറിയുന്ന 2 ദൈവദാസന്മാരാണ്. രണ്ടുപേരും ഞാൻ അറിയുന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരെ കുറിച്ച് ദൈവം എന്നോട് ഈ കാര്യത്തിൽ ഒരു ദർശനം തന്നു. ഈ ദർശനം എന്ന് വെച്ചാൽ അവര് നമ്മളെ ഫോക്കസ് ചെയ്തേക്കുന്നത് സമ്പത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്.
ഹല്ലേലൂയ. അപ്പം ആ സമ്പത്തിന് വേണ്ടി വന്നപ്പോ നമ്മുടെ അടുത്ത് സമ്പത്ത് ഉണ്ടായിരുന്ന സമയത്ത് വന്നത് ഇപ്പം ഇല്ലാതിരിക്കും. ഇനി വീണ്ടും വരുന്ന കാര്യങ്ങളൊക്കെ ദൈവം എനിക്ക് കാണിച്ചത്. ഇപ്പൊ ദൈവം തന്നെ എന്നോട് പറയുന്നു, അവര് വരുമ്പോൾ ഹല്ലേലൂയ അത് നീ മാറ്റിവെക്കണം, നീ കാണിക്കരുത്, നീ പറയരുത്. എന്തുകൊണ്ടാ? ഇത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അവര് നമ്മളുടെ അടുക്കിലേക്ക് വരുന്നത് വെച്ചാൽ ഇത് അപഹരിച്ചുകൊണ്ട് പോകാനാ വരുന്നത്. കാരണം വെച്ചാൽ ഞാൻ മാറ്റിയൊക്കെ ഒരു ഫോഴ്സ്ഫുള്ളി എന്റെ കയ്യിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന പോലൊരു ദർശനം എനിക്ക് ദൈവം തന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പലരും പലപ്പോഴും പല പ്രവചനങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ആൾക്കാര് നമ്മൾ എന്ത് അവസ്ഥയിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് വിഷമത്തിലായാലും നമ്മുടെ ജീവിതത്തിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ അതിനോട് ഫോക്കസ് ചെയ്ത് പലരും നമ്മളോട് നമ്മളുടെ ഇപ്പൊ അല്ലെങ്കിൽ ഇത് അങ്ങനെ ശരിയായി, ഇത് നടക്കും, അത് നടക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതൽ വരും എന്നൊക്കെ പറയുമ്പം പലപ്പോഴും ഇത് എന്തുകൊണ്ട് അവരത് പറയുന്നത് വെച്ചാൽ യഥാർത്ഥമായ സത്യം അതായിരിക്കത്തില്ല. പക്ഷെ അവരത് പറയുന്നത് ഹല്ലേലൂയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് എന്താ പറയാ ഇതാക്കി നമ്മളെ ഒന്ന് ആശ്വസിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഹല്ലേലൂയ അവർക്ക് നന്മ ലഭിക്കണമെന്ന് വെച്ച് പറയും. കാരണം ഞാൻ എപ്പോഴും പറയും, എനിക്ക് പറയാം നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല, കാണുന്ന കാര്യം കാണുന്ന പോലെ പറയാനുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷൻ കണ്ടാൽ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവം ഒരു ഇടപെട്ടാൽ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ മാറ്റമില്ലാതെ പറയണേ. കാരണം ആ കാണിക്കുന്ന വിഷൻസിന് അല്ലെ കാണിക്കുന്ന വെളിപ്പാടുകൾക്ക് ഒരിക്കലും ദൈവം മാറ്റം വരുത്തത്തില്ല. കാരണം ദൈവം അതുപോലെ തന്നെ പ്രവർത്തിക്കും. പക്ഷെ നമ്മളിത് മാറ്റിയിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ഫോക്കസ്ഡ് ആകാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ക്രമപ്പെടുത്താനോ ഒന്നും സാധിക്കത്തില്ല. കാരണം ദൈവം, ഞാൻ എപ്പോഴും പറയും, ഒരു പ്രവചന ശബ്ദം വരുമ്പം അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട മേഖലയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവചനം നിന്നെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നീ ഇങ്ങനെ ആകും, പക്ഷെ നീ ഇന്ന കാര്യങ്ങൾ ഇത് പറയാതിരുന്ന നമ്മുടെ ജീവിതത്തെ അത് ക്രമീകരിക്കപ്പെടത്തില്ല. നമ്മുടെ ഈ ദൂത്, ഈ പ്രവചനം ഒന്നുകിൽ നീണ്ടുപോകും, ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. കാരണം നമ്മളുടെ ഇത് ഈ ട്രാക്കിൽ കൂടെ നീ ദൈവത്തിന്റെ ദൂതുകളെല്ലാം, ദൈവത്തിന്റെ പ്രവചനങ്ങളെല്ലാം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങൾ വചനത്തിലൂടെ വായിച്ചു നോക്കി മനസ്സിലാക്കും. എല്ലാത്തിനും കണ്ടീഷൻസ് ഉണ്ട്. കാരണം ആ കണ്ടീഷൻസ് നമ്മളെ തകർത്തുകളയുന്ന കണ്ടീഷൻസ്, നമ്മൾ ഒരുക്കുന്ന കണ്ടീഷൻസ് ആണ്, നമ്മൾ പണിയുന്ന കണ്ടീഷൻസ് ആണ്. ഈ പണിയിൽ നടക്കാതെ ഇത് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, കുഞ്ഞുങ്ങളെ LKG കൊണ്ടിരുത്തിയിട്ട് നിങ്ങൾ 12ാം ക്ലാസ്സിലേക്ക് പോയിക്കോ എന്ന് പറയുന്ന കണക്കിരിക്കുക. അതെന്ന് വെച്ചാൽ 12ാം ക്ലാസ്സിൽ പോകണം, LKG ടു അവിടെ 11ാം ക്ലാസ്സിൽ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇല്ലാതെ നിങ്ങൾ അവിടെ എത്തും എന്ന് പറയുന്ന കണക്ക് അല്ലേ? ഇന്ന് എത്ര പ്രവചനത്തിന്റെ കൂടെ ഒരു യഥാർത്ഥമായ ദൈവശബ്ദം ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. ഇവിടെ പത്രോസ് ധൈര്യത്തോട് ശീമോനോട് പറയുന്നു. ഇന്ന് എത്ര പേര് ഇതുപോലെ ധൈര്യത്തോട് പറയും? ഈ പൈസയും കൊണ്ട് ഹല്ലേലൂയ ഇന്ന് ചെന്നിട്ട് സൂപ്പിച്ചിട്ട് വാങ്ങാനിരിക്കുന്നവരടുത്ത് ചെല്ലുമ്പോഴത്തേന് പത്രോസ് പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ദാനം നീ പൈസയ്ക്ക് വാങ്ങാൻ വന്നേക്കുന്നത്, നീ ഇന്നോട് ഈ ധനം കൂടെ ദ്രവ്യം കൂടെ നശിച്ചു പോട്ടെന്ന് പത്രോസ് പറയുന്നു. ഹല്ലേലൂയ. എന്താ പറയാ, അപ്പോസ്തലന്മാരെ കാണിച്ചു തന്ന മാതൃക, യേശു കർത്താവ് നമ്മൾ പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാർ ഫോളോ ചെയ്ത്, ഇതിന് വിപരീതമായിട്ട് ആര് വന്നിട്ട് പറഞ്ഞാലും നമ്മളത് കൈക്കൊള്ളരുത്, അതിന്റെ പുറകെ പോകരുത്. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ തന്നെ എഴുതി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ദൂതരാകട്ടെ, ഞങ്ങളാകട്ടെ, മറ്റാരെങ്കിലും ആകട്ടെ, ഇതിനകത്ത് വിപരീതമായി നിങ്ങളോട് എന്ത് പഠിപ്പിച്ചാൽ നിങ്ങൾ അതിനെ കെയർ ചെയ്ത്, നിങ്ങൾ അതിന്റെ ഫോക്കസ്, നിങ്ങൾ അതിന്റെ പുറകെ പോകരുത്. ഇനി എന്തൊക്കെയോ നടന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ, പ്രത്യേകിച്ച് എനിക്ക് ബാക്കിയുള്ള സമൂഹങ്ങൾ അറിയാത്ത മലയാളി സമൂഹത്തില്, പെന്തക്കോസ്ത് ഗോളത്തില് ഇന്ന് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പോലും അറിയാതെ, ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടി പോകുന്ന പോലെ പോകുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്ത് കേറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളും പോകുന്ന അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ കാണുമ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട, നമ്മൾ പരിശുദ്ധാത്മാവിൽ അതിനെ ഫോക്കസ് ചെയ്ത് അതിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവായിട്ട് ഇപ്പോഴും നമ്മൾ ഫെലോഷിപ്പിലായിരിക്കണം. ഓരോരോ ചെറിയ കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നമുക്ക് വേണം. പരിശുദ്ധാത്മാവോട് ചോദിച്ച പരിശുദ്ധാത്മാ കൃത്യമായും വ്യക്തമായും നമുക്കത് മനസ്സിലാക്കി തരും, നമുക്ക് പറഞ്ഞു തരും. ഇതില്ലാതെ നമ്മൾ ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരുടെയൊക്കെ വാക്കിയിട്ട് എങ്ങോട്ടൊക്കെയോ ആരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നത് പോലെ ആയിപ്പോവും. നമ്മൾ ആരുടെയൊക്കെ ഇഷ്ടത്തിന് സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തത്തില്ല. ഒരാൾ പറയും ഇങ്ങോട്ട് ഇതാ നല്ല ശരി, ഒരാൾ പറയും അതാ ശരി, ഒരാൾ ഇങ്ങനെ പോകണം, ഒരാൾ അങ്ങനെ പോകണം. പക്ഷെ നമ്മൾ ഒരിക്കലും എത്തില്ല. പക്ഷേ നമ്മൾ കേൾക്കേണ്ട ശബ്ദം അത് കേൾക്കണം.
ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനെ യേശുക്രിസ്തുവിനോടുമാകുന്നു. യോഹന്നാൻ പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ കൂട്ടായ്മ എപ്പോഴും പിതാവിനോടും പുത്രനായ യേശുക്രിസ്തുവിനോടും, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, പരിശുദ്ധാത്മ നമ്മൾ ഇരിക്കുമ്പോൾ മറ്റാരും നമ്മൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ ഉപദേശം കേൾക്കാൻ പോകുന്നതിന്റെ കാര്യം, ആലോചന കേൾക്കാൻ പോകേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമ്മൾ പരിശുദ്ധാത്മാ ശബ്ദം കേൾക്കാന്നുള്ള. ശബ്ദം കേൾക്കാതെ ഒരു കാര്യത്തിലും, ഇനി ആരിറങ്ങി വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാലും, ഒരു ദൂതൻ വന്നെന്ന് പറഞ്ഞു, ഇന്ന് ദൂതൻ ഏഞ്ചലിക് മിനിസ്റ്റർ ചെയ്യുന്ന അനേകം നമ്മുടെ ചുറ്റുപാടും. പക്ഷേ ഏഞ്ചലിക് മിനിസ്റ്റർ ഈ ദിവസങ്ങളിൽ ദൈവം എന്നോട് പറയുമ്പോൾ ഏഞ്ചലിക് മിനിസ്റ്റർ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചുറ്റും ഏഞ്ചൽസ് ഉണ്ട്, ദൈവം തന്നിട്ട് ഏഞ്ചൽസ് ഉണ്ട് ഇല്ല. പക്ഷേ ഏഞ്ചലിക് മിനിസ്റ്റർ ചെയ്യുന്നവർ ഏത് ഏഞ്ചലിലാണ് ഈ മിനിസ്റ്റർ ചെയ്യുന്നതും കൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഏഞ്ചൽസ് ദൈവത്തിന്റെ മാത്രം ദൂതന്മാരല്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട്. അതിൽ കൂടെ കൊണ്ടു നടക്കുന്ന ഏത് ഏഞ്ചലിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏഞ്ചൽ മിനിസ്ട്രിക്കൊക്കെ പോയിട്ട് നമ്മൾ എന്താ പറയാ പോയി നിന്ന് കൊടുക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പം ഇത് ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ഹല്ലേലൂയ ഫോക്കസ് ഭയങ്കരമായിട്ട് ആരൊക്കെ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ നമ്മളെ ടാർഗറ്റ് ചെയ്താൽ ഹല്ലേലൂയ അത് എന്തിനു വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നു എന്നും, അത് എന്ത് കാര്യം ഇപ്പം ഞാൻ പറയാം, മിക്കവാറും ഉള്ളിടത്തൊക്കെ പറയാം നമ്മൾ ഹല്ലേലൂയ ഈവൻ നമ്മൾ ശരിക്കും പറയാൻ പരിജ്ഞാനമുള്ളവരെണ്ണം ഞാൻ പറയും, എല്ലാവരുടെ മുമ്പിൽ കൊണ്ട് തല പോലും വെച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. അവിടെയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ പരിജ്ഞാനം, ഞാൻ പറയാം, നിങ്ങളുടെ മേൽ പകരപ്പെടാനായിട്ട് ദൈവം പകർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം അത് നേരിട്ട് പകരും. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഇപ്രാവശ്യങ്ങളിൽ ഇതവിടെ നമുക്ക് പരിചയമില്ലാത്ത ദൈവദാസന്മാരൊക്കെ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ചിലപ്പോൾ അവർ നേരത്തെ നല്ലതായിരിക്കും, വളരെ ദൈവസേന വളരെ എന്താ പറയാ ഇത് സത്യസന്ധ നീതിയോടും ഒക്കെ നിന്ന് വന്നേക്കുന്നവരെ. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവരെല്ലാവരും ഒരു പരിധി കഴിയുമ്പോഴത്തെ എല്ലാവർക്കും പറ്റുന്ന അബദ്ധവും ഞാൻ പറഞ്ഞത് 2017 വിശ്വാസത്തിൽ വന്ന സമയത്ത് തന്നെ ദൈവം പറഞ്ഞു തന്ന കാര്യമാണ്. കാരണം 2017 ദൈവം സംസാരിച്ചതാണ്. എല്ലാവരും വരുന്നത് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചു ഉപവസിച്ചും ദൈവത്തിന്റെ കൃപാവരങ്ങളും പരിശുദ്ധാത്മ അഭിഷേകമൊക്കെ പ്രാപിച്ചു വരുന്നത്. പക്ഷേ ഇവരുടെ മിനിസ്ട്രി ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങുന്ന സമയത്ത് ഇവരിലേക്ക് അറിയാണ്ട് എന്ന് വെച്ചാൽ വന്നു കയറുന്ന ഒരു കാര്യമാണ് പ്രൈഡ്. അതിന്റെ കൂടെ ഇവർക്ക് വന്നു കയറുന്ന അടുത്തൊരു കാര്യം ദ്രവ്യാഗ്രഹവും. അപ്പൊ ഇവരുടെ ഫോക്കസ് ഇവർ തന്നെത്താനെ ഫേമസ് ആകാൻ ശ്രമിക്കലാണ്. അപ്പൊ ഇവര് പയ്യെ തന്നെത്താനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ ശ്രമിച്ചു. അപ്പൊ അതുപോലെ കുറെ ആൾക്കാർ പൊക്കിക്കൊണ്ട് നടക്കാൻ വരും. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേന് ഇവരുടെ ലെവല് മാറുമ്പോഴത്തേന് ഇവരുടെ ഫോക്കസ് ഇവരുടെ ദൈവത്തിൽ നിന്നുള്ള ഫോക്കസ് മാറ്റി മറ്റ് സ്വന്തത്തിലേക്കുള്ള ഫോക്കസിലേക്ക് മാറുമ്പോഴത്തേന് പിന്നെ ഇവരെ കൊണ്ട് നടക്കുന്നത് പരിശുദ്ധാത്മാവല്ല ദുരാത്മാവാണ്. അത് അവര് പോലും തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഉള്ളവരാണ് സ്വന്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു കൂട്ടുന്നത്. എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ട് എങ്ങനെ നമ്മളെ മാർക്കറ്റ് ചെയ്യാം, അതാണ് അവരുടെ ചിന്ത. അവരവരെ തന്നെ അവർ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ മാറാൻ തുടങ്ങും. ഞാൻ പറയാം, ദൈവം ഒരാളെ മാർക്കറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രീതി നമ്മൾ ചെയ്യണ്ട. ദൈവം ഒരാളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, തന്നെത്താനെ ദൈവം തന്നെ ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് ഒരാളെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരു പ്രയാസവുമില്ല. നമ്മൾ കാണുന്നു ഇവിടെ ഫിലിപ്പോസ് നമ്മൾ കാണുന്നു. ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നത് എന്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസ്? മേശമേൽ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസാ. ആ ഫിലിപ്പോസ് ആണ് ശമരിയ പട്ടണത്തെ ഇളക്കി മറിച്ച് വലിയ ഉണർവ് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കോളിംഗ് ഉള്ളവര് എവിടെ എന്തിനു നിന്നാലും തക്ക സമയത്ത് ദൈവത്തിന് എടുത്ത് അവരെ ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒട്ടും വേറെ ഒരു സ്ഥലത്ത് പോലും കാണാത്ത ഓരോരുത്തരെയും ദൈവം അത്ഭുതകരമായി അതിശയകരമായി പുറത്തു കൊണ്ടുവരുന്നത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം അവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യം, ദൈവത്തിന്റെ കോളിംഗ് ഉള്ളവരെ ദൈവം കൊണ്ടുവന്നോളും. അതിന് വേണ്ടിയിട്ട് ആരുടെയും പിന്നാലെ ഓടി നടക്കുകയും എങ്ങും പോയിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ പോയിട്ട് അബദ്ധത്തിൽ പോയി ചാടി ഒന്നും ചെയ്ത് ഞാൻ ഈ പറയും നമ്മളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ യൂട്യൂബിലൂടെ കുറേ പേര് നമ്മുടെ മെസ്സേജ് കേൾക്കാറുണ്ട്. അവരെ കൂടെ ഓർത്താൻ ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നിടത്ത് ചെന്നിട്ട് പൈസ ഇട്ട് സീഡ് ഓഫറിങ് കൊടുത്ത് അല്ലെങ്കിൽ ഇമ്പാർട്ടേഷന് വേണ്ടി പേയ്മെന്റ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയാം, അങ്ങനെയൊക്കെ പോയിട്ട് പൈസ കളയാൻ നല്ല പ്രയോജനം ഒന്നുമില്ല. കാരണം ഇത് പകരപ്പെടണമെങ്കിൽ മുകളിൽ നിന്ന് പകരണം.
മറ്റേതൊക്കെ എന്തൊക്കെയോ വന്നെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ചിലപ്പോൾ പിടിച്ചോണ്ട് വരുന്നത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെ കൂടെയായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടരുത്. ദൈവത്തിന്റെ ദാനത്തെ പൈസയ്ക്ക് വാങ്ങാൻ നമുക്ക് പറ്റത്തില്ല. ദൈവത്തിന്റെ ദാനം ദൈവം തന്നെ നമ്മുടെ മേൽ പകരണം. നമ്മൾ ഓരോ ദിവസം നമ്മൾ ഓരോ ദിവസം വളരെ ശ്രദ്ധയോടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അന്ത്യകാലത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വിളിച്ചു വന്നത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. ഈ ദൈവം ആത്മാവിനെ പകരുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് ഒറിജിനൽ എന്ത് വരുന്നു അതിന്റെ കൂടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരാറുണ്ട്. അതുപോലെ ഇതില് നിങ്ങൾ തിരിച്ചറിഞ്ഞ തന്നെ ദൈവത്തിൽ നിന്ന് തന്നെ പ്രാപിക്കുക. അതിന് വേണ്ടി ഇച്ചിരി കഷ്ടതയൊക്കെ പെടണം. ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണം. മാനസാന്തരം വേണം നമുക്ക്, പാപബോധം വേണം നമുക്ക്. ദൈവസന്നിധി ഇരിക്കണം. കപടത വിട്ടു മാറണം. ഇതൊക്കെ മാറിയാലേ പരിശുദ്ധാത്മ അഭിഷേകത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകം കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരെയും കാണുമ്പോൾ നിങ്ങൾ നോക്കണം, അവരിൽ ഫലമുണ്ടോ എന്നുകൂടെ നോക്കണം. എന്ത് ഫലമാണ് അവരിന്ന് പുറപ്പെടുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വസിക്കുന്ന ഒരുവൻ നിന്ന്, പരിശുദ്ധാത്മാവിൽ നടത്തുന്ന ഒരാൾ നിന്ന് ഒരിക്കലും ജഡത്തിന്റെ ഒരു ഫലവും പുറത്തു വരത്തില്ല, അല്ലെങ്കിൽ ഒരു പിശാചിന്റെ ഫലം പുറത്തു വരത്തില്ല. അതുകൊണ്ട് ഫലത്തെ നോക്കി വൃക്ഷത്തെ തിരിച്ചറിഞ്ഞ് എന്നിട്ടേ കൊണ്ടുവന്ന് തല കൊണ്ട് വെച്ചു കൊടുക്കാനുള്ള ദൈവം ചെയ്ത്. അബദ്ധങ്ങൾ പലതും പറ്റിയിട്ടുള്ളവരാണ് ബാക്കിയുള്ളവർക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ അടുക്കലേക്ക് ഒരാൾ വരുമ്പോൾ അവരെന്തുദ്ദേശത്തോട് വരുന്നതെന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള ദൈവിക പരിജ്ഞാനം നമ്മൾ ഉപയോഗിക്കുക. ദൈവത്തോട് ചോദിക്കുക. പരിശുദ്ധാനോട് ചോദിച്ചാൽ പരിശുദ്ധാനം പറഞ്ഞു തരാത്ത ഒന്നുമില്ല നമ്മളോട്. പരിശുദ്ധാനം വെളിപ്പെടുത്തരും. പണ്ട് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് സമ്പത്ത് ഓരോരുത്തരും വാങ്ങിക്കൊണ്ട് പോയ സമയത്ത് ഞാൻ ദൈവത്തോട് ദൈവമേ മനസ്സിൽ നിന്റെ അല്ല, അതുകൊണ്ടല്ലേ ഞാൻ കൊടുത്തത്. ദൈവം പറഞ്ഞു നീ മനസ്സിൽ പുറമേ അവരുടെ ആക്ഷൻ കണ്ടിട്ടാണ്, ഞാൻ മനസ്സിൽ അവരുടെ ഹൃദയം കണ്ടത്. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്, ഒരു കാര്യത്തിൽ നമ്മൾ പോകരുത്. കാരണം ഈ ദിവസങ്ങളിൽ വളരെ അധികമായി നമ്മൾ ദൈവിക പരിജ്ഞാനത്തിൽ തന്നെ ആയിരിക്കട്ടെ. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.